ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ അൽമജാസ് വാട്ടർ ഫ്രണ്ടിലെ ലൈറ്റ് ഫെസ്റ്റിവൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റുവാണെങ്കിൽ മറ്റു ചില ലൊക്കേഷൻസിൽ കാണിക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് 2 ലൊക്കേഷനിലെ ലൈറ്റ് ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകളായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ വന്നിട്ടുള്ളത് അൽജറയിലെ ലൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ തീം ത്രെഡ്സ് ഓഫ് മെമ്മറി എന്നുള്ളതാണ്. ഒരു വർക്കിംഗ് ഡേയിലാട്ടോ നമ്മൾ ഈ ലൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരെ തിരക്കില്ല, നമുക്ക് വിശാലമായി ലൈറ്റ് ഫെസ്റ്റിവലൊക്കെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. ഈ ത്രെഡ്സ് ഓഫ് മെമ്മറി എന്ന് പറയുമ്പോൾ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറൊക്കെ കണക്ട് ചെയ്യിപ്പിച്ച് വളരെ മീനിങ് ആയിട്ടുള്ള ഒരു തീമാണ് കേട്ടോ അവർ കൊടുത്തിരിക്കുന്നത്. കാണാനും നല്ല ഭംഗിയുണ്ട്. പല നിറത്തിലുള്ള ലൈറ്റ്സൊക്കെ വെച്ചിട്ടും പിന്നെ ഒരു പ്രത്യേക സൗണ്ട് എഫക്റ്റൊക്കെ കൊടുത്തിട്ട് നല്ലൊരു സെറ്റപ്പ് തന്നെയായിരുന്നു കേട്ടോ ഇവിടുത്തെ ലൈറ്റ് ഫെസ്റ്റിവൽ. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് ആ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ഷാർജ മോസ്കിലേക്കാണ് കേട്ടോ നമ്മൾ അടുത്ത ലൊക്കേഷനായിട്ട് പോകുന്നത്. കുറച്ച് അടുത്തടുത്തുള്ള, ഒരുപാട് അടുത്തല്ല എങ്കിൽ കൂടി കുറച്ച് നമുക്ക് പോയി വരാവുന്ന ഡിസ്റ്റൻസിലുള്ള ലൊക്കേഷൻസാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഇന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദ ഷാർജ ഗ്രാൻഡ് മോസ്കിലെ ലൈറ്റ് ഫെസ്റ്റിവലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഈ ഒരു നല്ലൊരു ക്ലൈമറ്റും നല്ല കാറ്റൊക്കെ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു മോസ്കിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറും പിന്നെ ലൈറ്റ്സിൻ്റെ ഒക്കെ ഒരു റിഫ്ലക്ഷനൊക്കെ കൂടിയിട്ട് നല്ലൊരു വൈബ് തന്നെയായിരുന്നു എനിക്ക് അവിടെ പോയപ്പോൾ കിട്ടിയത്. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ തീരെ തിരക്കുണ്ടായിരുന്നില്ല. കുറച്ച് പേര് അങ്ങനെ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു എന്നല്ലാതെ ഒരുപാട് തിരക്കുള്ള ആളുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര പീസ്ഫുള്ളായിട്ട് അവിടെയൊക്കെ ചുറ്റും നടന്നിട്ടാണ് ഇവിടുത്തെ ലൈറ്റ് ഫെസ്റ്റിവൽ കണ്ടത്. ഷാർജ മോസ്കിലെ തീം വരുന്നത് റേഡിയൻ സെറനിറ്റി എന്നാണ്. ഇവിടുത്തെ ലൈറ്റ് ഫെസ്റ്റിവലിനെ കുറിച്ച് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇസ്ലാമിക മാതൃകകളെയും വാസ്തുവിദ്യയെല്ലാം ആദരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രദർശനം. അതുമാത്രമല്ല, ആത്മീയ ബന്ധത്തിൻ്റെ ശാന്തമായ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ സന്ദർശകരെ ഇത് ക്ഷണിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലൈറ്റ് ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യുക എന്നതിലപ്പുറം എനിക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടും എന്തുകൊണ്ടോ അറിയില്ല, എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഇവിടുത്തെ കാഴ്ചകളൂടെയും കാണാം. അപ്പോൾ ഇത് രണ്ടാണ് ഇന്നത്തെ നമ്മുടെ ലൈറ്റ് ഫെസ്റ്റിവലിൻ്റെ ലൊക്കേഷൻസ് കേട്ടോ. ഇനിയുണ്ട് ഒരുപാട് ലൊക്കേഷൻസ്, നമുക്ക് പറ്റുവാണെങ്കിൽ ഇനിയും കവർ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. ഞാൻ പറയാത്തത് കൊണ്ട് ആരും ഇനി സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് കേട്ടോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉടൻ തന്നെ വേറെ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.